എല്ലാവർക്കും സ്വാഗതം. അപ്പച്ചൻ അങ്ങനെ സ്റ്റാലിനോട് പറയാണ്, നീ ഇങ്ങനെ അവളോട് കുറച്ചുകൂടിയൊക്കെ സ്നേഹം കാണിക്കണം കേട്ടോ. അതിൽ അവൾക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പം അപ്പച്ചനിപ്പോൾ അലീനേനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടേ, ഇങ്ങോട്ട് അവളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ലേ ഓടിപ്പിടിച്ച് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കാര്യങ്ങൾ അതിൻ്റെ ഇതിലൊക്കെ ന്യായമൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പച്ചൻ. അപ്പോൾ സ്റ്റാലി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അപ്പച്ചൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുനലൂർക്ക് പോകണ്ടേ, അവിടെ എന്തോ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞു, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണെന്ന് സ്റ്റാൻലി പറയും കേട്ടോ. അപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, എന്നാൽ ഞാൻ ആ പരിപാടി അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നു, എനിക്ക് നാളെ പോയാലും മതി എന്ന് പറയേ. അപ്പോൾ സ്റ്റാൻലി അപ്പച്ചനോട് പറയാണ്, അപ്പച്ചൻ നാളെയും പോവില്ല മറ്റന്നാളും പോയില്ല എന്ന് പറയും. ചിലപ്പോൾ പോയില്ല എന്നിരിക്കും, അതിനെന്താ എന്ന് ചോദിക്കും കേട്ടോ അപ്പച്ചൻ. അല്ല, ഞാൻ അപ്പച്ചൻ്റെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചതാണെന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്ക് ആ ഫിലിപ്പൈൻസിൽ നിന്ന് ഒന്നും കൂടെ അടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ വേണ്ട, അലീന കൊച്ചിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, എനിക്കിനി അവളോട് സംസാരിക്കാനുണ്ട്, നീ നിന്റെ കുടിയൊക്കെ ഇങ്ങനെ കുറയ്ക്കണം കേട്ടോ, ഒരു പെൺകൊച്ചി ഈ വീട്ടിലുള്ളതാണ്, അവൾക്ക് നീ കുടിക്കുന്നതും വലിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല എന്ന് പറയും. അപ്പച്ചനോട് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കണമെങ്കിൽ സ്റ്റാൻലി ഒന്നുകൂടെ ജനിക്കണം എന്ന് പറയും. നമുക്ക് കാണാം, അവൾ ചിന്നമ്മയാണെങ്കിൽ നിന്നെ വരച്ച വരയിൽ നിർത്തിയിരിക്കും, അത് ഉറപ്പാണെന്ന് പറയും കേട്ടോ അപ്പച്ചൻ. അപ്പോൾ ആ സ്റ്റാൻലി നമുക്ക് കാണാമെന്ന് പറയും. അത് കഴിഞ്ഞ് അപ്പച്ചൻ അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് ബബിതയും കൃഷ്ണമോളും രോഹിത്തും കൂടെ അടുക്കളയിൽ ഇങ്ങനെ എല്ലാവരും കൂടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബബിത കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത് രോഹിത്തിനോട് ഉപ്പ് നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പപ്പടം കാച്ചിട്ടിട്ടുണ്ടായിരുന്നു ബബിത അവിടെ. അപ്പോൾ രോഹിത്ത് അത് ഉപ്പുണ്ടോ നോക്കണോ നോക്കിയപ്പോൾ അത് ഉപ്പുണ്ടോ നോക്കണ്ടെന്ന് പറയും. അപ്പോഴേക്കും രോഹിത്ത് ഒരെണ്ണം എടുത്ത് വായയ്ക്ക് അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ രോഹിത്തിൻ്റെ മുഖത്ത് വെച്ച് തന്നെ ആ പപ്പടം അങ്ങ് പൊടിച്ച് കളയും കേട്ടോ ബബിത. അപ്പോൾ രോഹിത്താണെങ്കിൽ ബബിതയുടെ പുറകെ ഓടുകയാണ്. അപ്പോൾ വൈജയന്തി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ബബിത അപ്പോൾ ഈ രോഹിട്ടും കാണിക്കുന്നത് കണ്ടോ അമ്മയെന്ന് പറയാം. ഞാൻ കണ്ടു, എന്താ 3 പേരും കൂടെ ഇവിടെ ചെയ്യുന്നത്, 3 പേരും അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടാൽ 3 കുരങ്ങന്മാർ നിൽക്കുന്ന പോലെയുണ്ട്, അപ്പോൾ എന്താ നിങ്ങളിവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയാണ് എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ, ആരാ നിങ്ങളോട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞതെന്ന് വൈജയന്തി ചോദിക്കും കേട്ടോ. അപ്പോൾ ആരും പറഞ്ഞില്ല, ഫുഡ് ഉണ്ടാക്കാൻ ആരെങ്കിലും പറയണോ, നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം, ഇവിടെ സെർവൻ്റ് ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ അലീന ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അവളുണ്ടായിരുന്നല്ലോ ഇവിടെ എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോൾ, ഞങ്ങൾ അലീന ചേച്ചിയുടെ കൂടെ പറ്റി ചേർന്ന് ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതങ്ങ് വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഒരു അലീന എന്തായാലും ബാധ ഒഴിഞ്ഞു പോയല്ലോ, ഒരു അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ടാട്ടോ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചിയുടെ കാര്യം പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന്. വൈജയന്തി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ രോഹിത്തിൻ്റെ മുഖത്ത് ബബിത പപ്പടം വെച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ മുഖത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ ബബിത. പിന്നീട് സ്റ്റാൻലിയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മെയിൻ ഡ്രൈവർ ഉണ്ടായിരുന്നു കേട്ടോ, അദ്ദേഹം നാട്ടിൽ പോയതായിരുന്നു, 5 ദിവസമൊക്കെ ആയിട്ട് പോയിട്ട്. അപ്പോൾ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, എത്ര ദിവസമായി വിനോദേ നീ പോയിട്ട്, 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും നമ്മുടെ വല്യപ്പച്ചനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതാണോ, ഇവനൊരു ഉത്തരവാദിത്തമില്ലല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ജോലിയിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല, അപ്പോൾ തന്നെ പിരിച്ചു വിട്ടേക്കണം എന്ന് പറയുമ്പോൾ, പിന്നെ പാവങ്ങൾ അങ്ങനെ പറയല്ലേ കുട്ടിച്ചായ, പാവങ്ങളുടെ ഇതൊന്നും ആർക്കും കാണണമല്ലോ, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടിക്കാണെങ്കിൽ പനി, അതുപോലെ തന്നെ ഭാര്യയ്ക്കാണെങ്കിൽ നടുവേദനയൊക്കെ, അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു, ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ടായിരുന്നു, നീ പോയതിനു ശേഷം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു എന്ന്. അപ്പോൾ എന്താ അതെന്ന് നോക്കുമ്പോൾ അതൊക്കെ പറയാമെന്ന് അറിയും കേട്ടോ നമ്മുടെ വല്യപ്പച്ചൻ. നീ എന്തായാലും സ്റ്റാലിനെ കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരങ്ങ് അകത്തേക്ക് പോയി. പിന്നീട് വിനോദ് നേരെ അടുക്കളയിലേക്കാണ് ചെല്ലുന്നത്, പൗലോസ് ചേട്ടൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പൗലോസും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാണ്, നീ ഇവിടുന്ന് പോയതിന് ശേഷം കേണൽ സാബിൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഒരു പെൺകൊച്ചി ഇവിടെ കയറി താമസം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ വല്ല ഉടായിപ്പോ ആണോ എന്നൊക്കെ ഇങ്ങനെ വിനോദ് ചോദിക്കുമ്പോൾ, ഉടായിപ്പാണെന്നാണ് തോന്നുന്നത്, കേണൽ സാബിൻ്റെ 3 മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വല്ല ഉടായിപ്പാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ എവിടെ ആളുടെ പേരെന്താന്നൊക്കെ ഇങ്ങനെ വിനോദ് ചോദിക്കുമ്പോൾ, പേര് അലീന എന്നാണെന്ന് പറയും കേട്ടോ. അതിങ്ങനെ കുറച്ച് കളിയാക്കിക്കൊണ്ടാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ വിനോദ് പറയും, നല്ല പേരാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാന്ന് നോക്കുമ്പോൾ ഗസ്റ്റ് റൂമിലുണ്ടാവും, അവിടെ രാജകുമാരീനെ പോലെ വാഴിക്കുകയാണ് അവളെ എന്നൊക്കെ ഇങ്ങനെ പൗലോസ് കളിയാക്കിക്കൊണ്ട് വിനോദിനോട് പറയുന്നുണ്ട്. പിന്നീട് പൗലോസ് ആണെങ്കിലും വിനോദിനോട് പറയും, നീ എന്തെങ്കിലും കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ നോക്കുമെന്ന്. അത് കഴിഞ്ഞ് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ ഓഫീസിൽ നിന്ന് പുറത്ത് പോയിട്ട് അവിടുന്ന് വരികയാണ്. ബാലേന്ദ്രൻ അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ വൈജയന്തി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ബാലേന്ദ്രനോട് പറയും, എനിക്ക് തിങ്കളാഴ്ച മുതൽ ഞാൻ ബാങ്കിൽ പോയി തുടങ്ങും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതിന് എന്താ ഞാൻ വേണ്ടതെന്നാണ് ബാലേന്ദ്രൻ തിരിച്ച് വൈജയന്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ പറയേണ്ട മര്യാദ ഉണ്ടല്ലോ എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോൾ, നിനക്ക് മര്യാദയോ അഹങ്കാരമാണെങ്കിൽ അത് വേണ്ടുവോളുണ്ട്, അത് ഞാനങ്ങ് സമ്മതിക്കാം, പക്ഷേ വിനയം, വിവേകം, ഔചിത്യം ഇത് 3 കൂടി ചേർന്നതാണ് മര്യാദയെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ നിനക്ക് ഈ
ജന്മത്ത് കഴിയില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുകയാണ്, എന്നെ ഇങ്ങനെ മര്യാദയുടെ അർത്ഥമൊന്നും ആരും പഠിപ്പിക്കേണ്ട, ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞവളാണ് ഞാൻ, അല്ലാതെ പഠിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഊര് തണ്ടി നടന്നത് ഞാനല്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. ഓ 10-23 വർഷമായിട്ട് നിന്റെ മര്യാദ ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ബാലേന്ദ്രൻ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും, എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ താല്പര്യമില്ലാന്ന്. ഓ അതെന്താ താല്പര്യമില്ലാത്തത്, താല്പര്യമൊക്കെ പോയോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ മടുത്തു എന്നിങ്ങനെ വൈജയന്തി പറയും. ആ നിനക്ക് മടുക്കും, അത് എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടുതലുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ അവിടെ നിന്ന് കുറച്ചങ്ങ് മാറും കേട്ടോ. അപ്പോൾ വൈജയന്തി ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എക്സ്പീരിയൻസോ അതെന്താണെന്ന് ചോദിക്കും. ഇനിയിപ്പോൾ അതും കൂടെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. പിന്നീട് വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ഓഫീസിൽ പോകാൻ സൗകര്യം ചെയ്തു തരണമെന്ന്. ആ നിനക്ക് ഞാൻ ടൂറിസ്റ്റ് ബസ് ഏർപ്പാടാക്കി തരാം എന്നിങ്ങനെ പറയുമ്പോൾ എന്താ കളിയാക്കുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കാറ് മുഴുവൻ ഡാമേജ് ആയതുകൊണ്ട് അതിങ്ങനെ ശരിയാക്കി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എനിക്കൊരു പ്രീമിയം കാർ എടുക്കണം എന്നുണ്ട്. നേരത്തെ എടുത്ത കാറിൻ്റെ ഫിനാൻസ് അടച്ച് തീരാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ലോൺ എടുക്കണം. അപ്പോൾ ജാമ്യം നിന്നാൽ മതി എന്നൊക്കെ ബാലേന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രൻ നിന്നേരില്ല എന്ന് പറയട്ടോ. നിൻ്റെ ആങ്ങളമാരുണ്ടല്ലോ, നിനക്ക് ഒരുപാട് സംരക്ഷകരുണ്ടല്ലോ, അവരോട് പോയി പറയുമെന്ന് പറയും. ബാലേന്ദ്രന് പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെയെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് തന്നെ ബാലേന്ദ്രൻ പറയൂ കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് അങ്ങ് പോകാൻ നിൽക്കും. അപ്പോൾ വൈജയന്തി പറയാണ്, എനിക്കിങ്ങനെ ഒരു ജോലിക്കാരീനെ വേണം അലീനയ്ക്ക് പകരം എന്ന് പറയും. അപ്പോൾ അത് കേട്ടുകൊണ്ട് ബാലേന്ദ്രൻ തിരിച്ചു വന്ന് പറയുന്നുണ്ടായിരുന്നു, അലീനയ്ക്ക് പകരം നിനക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല, നിനക്ക് കുറേ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ജാനോ, ലീലേ, കുഞ്ഞുമോളോ, അവരെ പോലെ ആരെങ്കിലും നീ തന്നെ കണ്ടെത്തിക്കോ. ഇവിടെ ഒരു ജോലിക്കാരിനെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ മക്കൾ തന്നെ എല്ലാ ജോലിയും എടുത്തോളം, പിന്നെ നിനക്ക് ജോലിക്കാരിയെ വേണമെങ്കിൽ നീ തന്നെ വെച്ചോ, നീ തന്നെ കണ്ടെത്തിക്കോ, നീ തന്നെ ശമ്പളം കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ദേഷ്യത്തിൽ, പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാത്തതിൻ്റെ ഒരു ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി ആണെങ്കിൽ. പിന്നീട് നമ്മുടെ പൗലോസിനെയാണ് കാണിക്കുന്നത്. പൗലോസ് ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെ വന്നിരിക്കും. അപ്പോഴേക്കും വിനോദും വരുന്നുണ്ട് കേട്ടോ. അപ്പം ആ പെൺകൊച്ചിനെ ഇതുവരെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വിനോദിനാണെങ്കിൽ അലീനനെ കാണാൻ ഭയങ്കര തിടുക്കായി. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഈ സമയത്ത് ഇവിടെ ആ നായ്ക്കളുടെ കൂടെയൊക്കെ കാണേണ്ടതാണെന്ന് പറയും. അപ്പോൾ നായ്ക്കൾ അവളുമായിട്ട് ഇണങ്ങിയോ എന്ന് ചോദിക്കുകയെ. അപ്പോൾ അതൊക്കെ ഇണങ്ങി എന്ന് പറയുമ്പോൾ വിനോദിന് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ട് അവറ്റകളൊന്നും എന്നോട് ഇണങ്ങിയിട്ടില്ലല്ലോ, ഞാൻ വന്നിട്ട് കുറേ ആയില്ലേ എന്നിങ്ങനെ പൗലോസ് ചോദിക്കുമ്പോൾ, പൗലോസ് അല്ല വിനോദ് ചോദിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്തായാലും അവറ്റകൾക്ക് അവൾ എന്തെങ്കിലും സിഗ്നൽ കാണിച്ചാൽ അത് മനസ്സിലാവും, അവറ്റകൾ തിരിച്ചങ്ങോട്ട് കാണിച്ചാൽ അത് അവൾക്കും മനസ്സിലാവും എന്ന് പറയുമ്പോൾ, എന്നാൽ ചിലപ്പോൾ കേണൽ സാബിൻ്റെ മോള് തന്നെ ആയിരിക്കും എന്ന് വിനോദ് പറയുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ആൻ്റപ്പനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻ്റപ്പനോടും വിനോദ് ചോദിക്കുന്നുണ്ട്, ആ പെൺകൊച്ചിനെ ഒന്ന് വിളിച്ചുകൊണ്ടുവരുമോ, എനിക്കൊന്ന് കാണാനാണെന്ന് പറയുമ്പോൾ കേണൽ സാബ് ചിലപ്പോൾ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പിന്നീട് വല്യപ്പച്ചൻ അങ്ങോട്ടേക്ക് ഇവർ 3 പേര് ഇരിക്കുന്നിടത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ഒരു ഗൂഢാലോചന ആണ്. അപ്പോൾ നമ്മുടെ പൗലോസാണ് കേട്ടോ ഇങ്ങനെ വല്യപ്പച്ചനോട് പറയുന്നത്, ഇങ്ങനെ വല്യപ്പച്ചൻ കുട്ടിച്ചായൻ ഇങ്ങോട്ട് വന്നത് ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഓടിക്കാനല്ലേ, എന്നിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല, നിങ്ങൾ പറഞ്ഞ പോലെ അത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല, ഒറിജിനൽ തന്തയുടെ ഒറിജിനൽ മോള് തന്നെയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. ഇനിയിപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ ഇവിടെ നിർത്തിയാൽ അത് കേണൽ സാബിന് മോശമല്ലേ, ആൾക്കാരെന്തൊക്കെയാണ് പറയുക. അപ്പോൾ കേണൽ സാബ് വിചാരിച്ചാൽ ആ കൊച്ചിനെ ജോലി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിലാക്കിയേ, അല്ലെങ്കിൽ വേറെ വീടെടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാലോ എന്നിങ്ങനെ പറയുമ്പോൾ, നിൻ്റെ മോളുടെ കാര്യത്തിൽ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തോ, പക്ഷേ ഇവിടുത്തെ മുതലാളിയുടെ മോളുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണ്ട എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ പൗലോസിന് അതങ്ങ് ഇഷ്ടമാവുന്നില്ല. എനിക്ക് എന്തിൻ്റെ കോപ്പം, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ഇവിടെ അഭിപ്രായം പറയണ്ട, അപ്പോൾ ആ കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കാനും ഇങ്ങനെ ഇതൊക്കെ ഇവിടെ വേറെ ആണുങ്ങളുണ്ട് എന്ന് പറയും. എന്നിട്ട് അലീനയോട് ഇങ്ങനെ മര്യാദയ്ക്കൊക്കെ പെരുമാറിക്കോണം, അല്ലെങ്കിൽ ഇവിടെ ആരും അധികകാലം ജോലിയിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വല്യപ്പച്ചൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ അത് 3 പേർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ പറഞ്ഞിട്ട് പോയത്. പിന്നീട് നമ്മുടെ വല്യപ്പച്ചനാണെങ്കിലും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആൻ്റപ്പനെ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ 2-3 തവണ വിളിച്ചിട്ടും ആൻ്റപ്പൻ കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, വെറുതെ അല്ല ലാലിച്ചൻ ഇങ്ങനെ ചെവി പൊട്ടുന്ന പോലെ അവരെയൊക്കെ വിളിക്കുന്നത്, എങ്ങനെ വിളിച്ചാലേ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ആൻ്റപ്പൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നെ വിളിച്ചോ എന്ന്. അപ്പോൾ നീ എവിടെയാണ്, ഇങ്ങനെ തെക്കിക്ക് നോക്കി വിളിച്ചാൽ കിഴക്കുന്നാണല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നമ്മുടെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അലീനേനെ ഞാൻ റൂമിലൊന്നും നോക്കിയിട്ട് കണ്ടില്ല, ആ കൊച്ച് എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഒന്നേൽ കിച്ചണിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നായ്ക്കളുടെ കൂടെ ഉണ്ടാവും എന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനേനെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല എന്നിങ്ങനെ ആൻ്റപ്പൻ പറയുന്ന സമയത്ത് വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെയല്ലേ പെൺകൊച്ചുകൾ വേണ്ടത്, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മൊബൈലിലേക്ക് നോക്കി ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അതിങ്ങനെ മാതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണെങ്കിൽ ദൈവകൃപയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അലീനനെ വിളിച്ചുകൊണ്ട് വരും പിന്നീട് ആൻ്റപ്പൻ പോയിട്ട്. അപ്പോൾ വല്യപ്പച്ചൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, കൊച്ചി നീ എവിടെ പോയതാണ്, ഞാൻ റൂമിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ
റൂമിൻ്റെ വാതിൽ മലക്കെ തുറന്നിട്ടിരിക്കുകയാണെന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നായ്ക്കളുടെ കൂടെ ഉണ്ടാവും അവിടെ ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ ഇടയിൽ ആൻ്റപ്പൻ അങ്ങ് കയറി പറയുമ്പോൾ അപ്പോൾ ഞാൻ ആരോടാ ചോദിച്ചത്, ഞാൻ വല്യപ്പച്ചനും മോളും കൂടി സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താ കാര്യം, നീ നിൻ്റെ കാര്യം നോക്കി പോവാൻ നോക്ക് എന്ന് വല്യപ്പച്ചൻ അത് പറയുമ്പോൾ ആൻ്റപ്പൻ ഇങ്ങനെ വല്യപ്പച്ചനോട് പറയാം, അത് കൊള്ളാലോ, എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം എങ്ങനെയാണോ പറയുന്നത്, പാലം കിടക്കോളം നാരായണ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വല്യപ്പച്ചൻ പറയാണ്, എന്നാൽ പിന്നെ നാരായണൻ്റെ പണി നോക്കി പോകുമെന്ന് പറയട്ടോ. അപ്പോൾ ഞാനങ്ങ് പോയേക്കാന്ന് പറഞ്ഞിട്ട് ആൻ്റപ്പൻ അവിടുന്ന് പോവും. പിന്നീട് അലീനയോട് വല്യപ്പച്ചൻ പറയാണ്, മോളെ നീ ഇങ്ങനെ ഇവിടെ തോട്ടമൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് തോട്ടമൊക്കെ ഒന്ന് കാണാൻ പോവാം, വേഗം പോയി റെഡി ആയിട്ട് വാ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ പിന്നീട് അലീനയോടാണെങ്കിലും അലീന പറയുന്നുണ്ടായിരുന്നു, പപ്പ തോട്ടം കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴാന്ന് പറഞ്ഞില്ല എന്ന് പറയാം. അതാ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് പോവാം, നീയും അതൊക്കെ കണ്ടിരിക്കണ്ടേ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ മോളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ എന്തിനാ അറിയുന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അലീന. അപ്പോൾ മോളും അതൊക്കെ അറിഞ്ഞിരിക്കണം, ഇനിയിപ്പോൾ ലാലിച്ചനുള്ളതെല്ലാം മോൾക്കും കൂടി ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനതൊന്നും പ്രതീക്ഷിച്ചല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്കിപ്പോൾ കിട്ടുന്നത് തന്നെ ധാരാളമാണെന്ന് പറയുമ്പോൾ മോള് കൂടുതലൊന്നും പറയണ്ട, എന്തായാലും പെട്ടെന്ന് റെഡി ആവുമെന്ന് പറയും. അപ്പോൾ അലീന പറയും ഞാൻ റെഡി ആണെന്നുണ്ട്. അപ്പോഴേക്ക് ആൻ്റപ്പനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആൻ്റപ്പൻ വരും. അപ്പോൾ ആൻ്റപ്പനോട് പറയുന്നുണ്ട്, നീ സ്റ്റാലിനോട് ചെന്നിട്ട് ലാലിച്ചനോട് ചെന്നിട്ട് പറയേ ഞങ്ങൾ തോട്ടത്തിൽ പോകാൻ റെഡിയാണെന്ന് പറയേ എന്ന് പറഞ്ഞിട്ട് അലീനയും വല്യപ്പച്ചനും കൂടെ അവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ആൻ്റപ്പനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിപ്പോൾ കൊള്ളാലോ, കടുവേനെ പിടിക്കാൻ കിടുവേനെ കൊണ്ടുവന്നാണ്, ഇപ്പോൾ കടുവയും കിടുവയും ഒന്നിച്ചായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആൻ്റപ്പൻ അവിടുന്ന് പോകുന്നത്. പിന്നെ ആൻ്റപ്പനും വിനോദും കൂടെ മുറ്റത്താണ് നിൽക്കുന്നത്. വണ്ടി എല്ലാം ചെക്ക് ചെയ്യാണ് കേട്ടോ. വിനോദാണെങ്കിലും പോകാനുള്ളതാണല്ലോ. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വിനോദ് ചോദിക്കുന്നുണ്ട്, ആ പെൺകൊച്ചിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. എന്തായാലും എസ്റ്റേറ്റിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ കാണാമെന്ന് പറയേ. അപ്പോൾ ആൻ്റപ്പ ചേട്ടൻ എങ്ങനെയാണ് ആ കൊച്ചിനെ കണ്ടിട്ട് കേണൽ സാബിൻ്റെ മോളാണെന്നൊക്കെ തോന്നിയോ എന്നിങ്ങനെ ചോദിക്കുക. നല്ല ലക്ഷണമുള്ള കുട്ടിയാണ്, അതുപോലെ തന്നെ വെളുത്തിട്ട് നല്ല സുന്ദരിയാണ് എന്നൊക്കെ പറയും. എന്തായാലും ഇപ്പോൾ വരും, അപ്പോൾ കാണാമെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ആൻ്റപ്പ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാണ് സാബ് എന്ന് പറയും. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കും കേട്ടോ സ്റ്റാൻലി. അപ്പോൾ വിനോദ് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഇന്ന് നിൻ്റെ ആവശ്യം വരില്ല എന്ന് പറയും കേട്ടോ. പിന്നീട് അലീനി വല്യപ്പച്ചനും കൂടെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ ആൻ്റപ്പനാണെങ്കിലും വിനോദിനെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനോദാണെങ്കിലും അലീനെ കാണുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് വല്യപ്പച്ചനും അലീനയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കയറട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അപ്പച്ചൻ ബാക്കിലിരുന്നോ, അലീന തോട്ടമൊന്നും കണ്ടിട്ടില്ലല്ലോ, അലീനയ്ക്ക് കാഴ്ചകളൊക്കെ കാണണ്ടേ എന്നിങ്ങനെ സ്റ്റാലി പറയുമ്പോഴേക്കും വല്യപ്പച്ചൻ ഫ്രണ്ടിലിരുന്നോ, ഞാൻ ബാക്കിലിരുന്നോളാം, കുഴപ്പമില്ല എന്ന് പറയട്ടോ. അപ്പോൾ നീ ഫ്രണ്ടിലിരുന്നോ മോളെ, ഞാൻ കുറേ കണ്ടതല്ലേ, നീ തന്നെയാണ് ഫ്രണ്ടിലിരിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അലീന വല്യപ്പച്ചൻ ഇരുന്നോ, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോഴേക്കും സ്റ്റാലി അങ്ങ് വിളിക്കും കേട്ടോ, അലീന ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, അപ്പോൾ എന്താ പറഞ്ഞാൽ അനുസരിക്കാനൊരു മടി എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ഒരു വിഷമത്തോടു കൂടി സ്റ്റാലിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്, വല്യപ്പച്ചൻ അലീനയോട് പറയുന്നുണ്ട്, ആരെങ്കിലും ചോദിച്ചാൽ പഠിക്കുകയാണെന്നങ്ങ് പറഞ്ഞേക്കണം, നല്ല ഗമയിലങ്ങ് നിന്നേക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് റബ്ബർ തോട്ടമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇവിടെ എല്ലാം കുറ്റിക്കാടായിരുന്നു, ഞാൻ അങ്ങനെ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് റബ്ബർ നട്ടുപിടിപ്പിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ സ്വയം നട്ടുപിടിപ്പിച്ചതൊന്നുമല്ലല്ലോ, പണിക്കാരെ വെച്ച് ചെയ്യിപ്പിച്ചതല്ലേ എന്നാണ് അലീന തിരിച്ചു വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാൻലി ആണെങ്കിൽ വല്യപ്പച്ചനോട് ഇങ്ങനെ പറയുകയാണ്, അവൾക്ക് നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ ബുദ്ധി കുറഞ്ഞുകൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയെ. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, ബുദ്ധി കുറഞ്ഞതുകൊണ്ടല്ല കൂടിയതുകൊണ്ടാണ് എന്ന്. പിന്നീട് അലീനയാണെങ്കിലും സ്റ്റാൻലി ഇങ്ങനെ ഗിയറിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് അലീനയുടെ കൈയെടുത്ത് ഇങ്ങനെ സ്റ്റാൻലിയുടെ കൈയിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി നിൽക്കുന്നുണ്ട് നമ്മുടെ വല്യപ്പച്ചൻ. സ്റ്റാൻലിക്കും അതുപോലെ തന്നെ അലീനയ്ക്കും ഒക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത്.